വിവോയുടെ വിവോ X100 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ X100 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇത് വിവോയുടെ പുതിയ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന സ്മാർട്ട് ഫോണാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാര്യത്തിൽ വിവോ X100 അൾട്രയിൽ 6.78 ഇഞ്ചിൻ്റെ 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ 2K റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. വളരെ കൂടിയ റെസൊല്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. E7 AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഡോൾബി വിഷൻ പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ 1440 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 229 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.23 mm ആണ്. അപ്പം അത്യാവശ്യം വെയിറ്റും തിക്നെസ്സും ഒക്കെ ഉണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ IP69 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു IP റേറ്റിംഗ് തന്നെയാണ്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും 16 GB റാമും 1 TB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xൻ്റെ റാമും അതുപോലെ തന്നെ UFS 4.0 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിൽ 2-way സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ്റലൈറ്റ് സിഗ്നൽസ് ഒക്കെ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോൺ പെട്ടെന്ന് നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 MP f 1.75 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT900 സെൻസറാണ്. സെൻസർ സൈസ് വരുന്നത് 1/0.98 ഇഞ്ചാണ്. പിന്നെ ഇതിൽ വോയിസിന് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 50 MP f 2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വരുന്നത് 116 ഡിഗ്രിയാണ്. പിന്നെ മൂന്നാമത് 200 MP f 2.67 വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സാംസങ് ISOCELL HP90 സെൻസറാണ്. ഇതിൽ 3.7x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അവർ സൂയിസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വിവോയുടെ V3+ ISP ചിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൊതുവേ വിവോയുടെ X സീരീസിൽ ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബാറ്ററിയുടെ കാര്യത്തിൽ 5500 mAh ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടാണ് വരുന്നത്. അതുമാത്രമല്ല 30 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6499 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 76,500 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. വളരെ മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. മികച്ചൊരു ക്യാമറ പെർഫോമൻസും കിട്ടേണ്ടതാണ്. അതുമാത്രമല്ല നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കാണേണ്ട വയർലെസ് ചാർജിങ്, IP68 റേറ്റിംഗ് ഇതുപോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോൺ നമുക്ക് 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 90,000 to 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിവോയുടെ X100 അൾട്ര എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.